നമോ ഭഗവതേ വാസുദേവായ. പ്രണവം അസ്ട്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ടോ നക്ഷത്ര സംബന്ധമായിട്ടോ എന്തെങ്കിലും സംശയം തോന്നുന്നുവെങ്കിൽ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മാർച്ച് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. ദൈനംദിന ജീവിതത്തിൽ ആത്മാർത്ഥതയും അത്ര തന്നെ സഹായ മനസ്ഥിതിയും കൂടുതലുള്ള ഈ കാർത്തിക നക്ഷത്രക്കാർ തനിക്ക് വേണ്ടപ്പെട്ടവരുടേതായിട്ടുള്ള വിഷമതകളെയും പ്രയാസങ്ങളെയും മനസ്സിലാക്കിയിട്ട് തൻ്റേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് അവർക്ക് വേണ്ടതായിട്ടുള്ള ആശ്വാസവും അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള സഹായവും ചെയ്തു കൊടുക്കുവാനുള്ള ഒരു നല്ല മനസ്സിൻ്റെ ഉടമകളാണ്. എന്നാലോ ചില കാര്യങ്ങളിൽ സ്വന്തമായിട്ട് ഇവരെ തീരുമാനം എടുത്ത് പ്രവർത്തിക്കുന്നത് കൊണ്ട് മനോവിഷമതകളെയും ബുദ്ധിമുട്ടുകളെയും നേരിടേണ്ടതായിട്ട് വരാറുണ്ട് ഈ കാർത്തിക നക്ഷത്രക്കാർ. മേടം രാശിയിൽ 15 നാഴികയും ഇടവം രാശിയിൽ 45 നാഴികയും കൂടിച്ചേരുന്ന നക്ഷത്രമാണ് ഈ കാർത്തിക നക്ഷത്രം. അതിൽ മേടം രാശിയിൽ ജനിച്ച കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ മാർച്ച് മാസത്തിൽ അവരുടെ ദൈനംദിന ജീവിതത്തിലും കുടുംബപരമായിട്ടും ധനപരമായിട്ടും വളരെയധികം ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ്. ജന്മരാശ്യാധിപനായിരിക്കുന്ന ചൊവ്വയ്ക്ക് അനുകൂല സ്ഥിതി കാണുന്നുണ്ടെങ്കിലും ഏഴരശനിയുടെ കാലഘട്ടം ഈ ജന്മരാശ്യാധിപനായിരിക്കുന്ന ചൊവ്വയ്ക്ക് അനുകൂല സ്ഥിതി കാണുന്നുണ്ടെങ്കിലും ഏഴരശനിയുടെ കാലഘട്ടം ഈ കാർത്തിക നക്ഷത്രക്കാർക്കുള്ളതുകൊണ്ട് മാർച്ച് മാസം 15 ശേഷമാണെങ്കിൽ 5-ാം ഭാവനാഥനായ സൂര്യനും ദുരിതഭാവസ്ഥിതി വരുന്നതുകൊണ്ട് മേടം രാശിയിൽ ജനിച്ച കാർത്തിക നക്ഷത്രക്കാർക്ക് ചില സമയങ്ങളിൽ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ മനസ്സിനെ സ്വാധീനിക്കുന്നതിനാൽ പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് പോകണം. പ്രത്യേകിച്ച് ഈ ഒരു സമയങ്ങളിൽ യാത്രകളിലും ഡ്രൈവിങ്ങിലും ശ്രദ്ധിക്കണം. വീഴ്ചകളോ ക്ഷതങ്ങളോ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഒരു സമയങ്ങളിൽ. ഇനി തൊഴിൽപരമായിട്ടും കർമ്മപരമായിട്ടും നോക്കുമ്പോഴാണെങ്കിലും വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ്. കാരണം കർമാധിപതിയും ലാഭാധിപതിയുമായിരിക്കുന്ന ശനീശ്വരൻ ദുരിതസ്ഥാനമായിട്ടുള്ള 12-ാം ഭാവത്തിൽ ഏഴരശനിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു സമയമാണ്. കൂടാതെ നിവൃത്തിനാഥനായിരിക്കുന്ന ശുക്രനും ഈ ഒരു സമയങ്ങളിൽ ദുരിതഭാവസ്ഥിതി വരുന്നതുകൊണ്ട് തൊഴിൽപരമായിട്ട് കർമ്മപരമായിട്ട് എന്തെങ്കിലും വിഷമതകൾ വന്നാൽ ആത്മവിശ്വാസത്തോടുകൂടി ഈശ്വരാനുഗ്രഹത്തോടുകൂടി ശ്രദ്ധയോടുകൂടിയിട്ട് അതിനെ അതിജീവിക്കുവാനുള്ള മനോബലം വേണ്ട സമയമാണ്. അതുകൊണ്ട് ഈ ഒരു സമയങ്ങളിൽ കഴിവതും സാഹസകർമ്മങ്ങൾ ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് മാർച്ച് 15 മുതലാണെങ്കിൽ 5-ാം ഭാവനാഥനായിരിക്കുന്ന സൂര്യനും ദുരിതഭാവസ്ഥിതി വരുന്നുണ്ട്. അതുകൊണ്ട് മാർച്ച് 15 ശേഷമുള്ള സമയങ്ങളിൽ ബിസിനസ് സംബന്ധമായിട്ട് പുതിയ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും വളരെ സൂക്ഷിക്കണം. ഇനി ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. കുടുംബത്തിൽ ചെയ്തു തീർക്കേണ്ടിയിരുന്ന പല കാര്യങ്ങളിലും അലസതകളും ക്ഷീണാവസ്ഥകളും വരാതെ നോക്കണം. വിദ്യാർത്ഥികൾക്ക് വളരെ നല്ലൊരു സമയമാണ് ഈ മാർച്ച് മാസത്തിൽ. കാരണം വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുധൻ ലാഭസ്ഥാനത്ത് നിന്നുകൊണ്ട് 5-ാം ഭാവത്തേക്ക് നോക്കുന്നതും ജ്ഞാനകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നതുകൊണ്ട് വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് മുന്നേറ്റം ഉണ്ടാകുന്ന സമയമാണ്. പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് അതിനുള്ളതായ വിജയ സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ്.
ഈ ഗുണാനുഭവങ്ങൾ കാണുന്നുണ്ടെങ്കിലും മാർച്ച് 15-ന് ശേഷം വിദ്യാർത്ഥികളിൽ പ്രത്യേകിച്ച് 5-ാം ഭാവനാഥനായിരിക്കുന്ന സൂര്യനെ ദുരിതസ്ഥാനത്ത് വരുന്നതുകൊണ്ടും 5-ാം ഭാവത്തിൽ കേതു നിൽക്കുന്നതുകൊണ്ട് മാർച്ച് 15-ന് ശേഷം പഠന സംബന്ധമായിട്ട് പുതിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. എന്നാലോ ധനപരമായിട്ട് സാമ്പത്തികപരമായിട്ട് ധാരാളം നേട്ടങ്ങളും ഉയർച്ചകൾക്കും അഭിവൃദ്ധിയും മനസന്തോഷവും എല്ലാം കാണുന്നുണ്ടെങ്കിലും ലാഭാധിപനായിരിക്കുന്ന ശനീശ്വരൻ 12-ാം ഭാവമായിട്ടുള്ള വ്യയസ്ഥാനത്ത് 7ര ശനിയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവ് വർധനവിന് സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ വളരെ ശ്രദ്ധിക്കണം. അനാവശ്യമായിട്ട് വരുന്നതായ പാഴ്ചിലവുകളെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഈ മാർച്ച് മാസത്തിൽ. അതുകൊണ്ട് മേടം രാശിയിൽ ജനിച്ച കാർത്തിക നക്ഷത്രക്കാർ നവഗ്രഹ ക്ഷേത്രത്തിലെ ശനീശ്വര പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്തു പ്രാർത്ഥിക്കുന്നത് ഈ ഒരു സമയങ്ങളിൽ വളരെയധികം ഗുണം ചെയ്യും. ഇനി ഇടവം രാശിയിൽ ജനിച്ച കാർത്തിക നക്ഷത്രക്കാർക്കാണെങ്കിൽ സ്വയം പരിശ്രമത്താൽ നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ മാർച്ച് മാസത്തിൽ. ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ശുക്രൻ ഉച്ചബലത്തോടുകൂടി ലാഭസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് ആരോഗ്യസ്ഥിതി പൊതുവേ തൃപ്തികരമായിട്ട് കാണുന്നുണ്ട്. തൊഴിൽ മേഖലകളിലാണെങ്കിൽ വളരെ നല്ലൊരു സമയമാണ്. കാരണം ഭാഗ്യാധിപതിയും കർമാധിപതിയുമായിരിക്കുന്ന ശനീശ്വരൻ ലാഭസ്ഥാനത്ത് നിൽക്കുന്നതും നിവൃത്തിനാഥനായിരിക്കുന്ന ചൊവ്വ കർമ്മസ്ഥാനത്ത് നിൽക്കുന്നതും, കർമ്മസ്ഥാനത്താണെങ്കിൽ രാഹുവിൻ്റെ അനുകൂല സ്ഥിതിയും മൂലം സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്ന സമയമാണ്. അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ഈ മാർച്ച് മാസത്തിൽ. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ധാരാളം നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. പഠന സംബന്ധമായിട്ട് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും പഠനത്തിൽ നല്ല രീതിയിലുള്ള മികവ് പുലർത്തുവാനും കഴിയുന്നൊരു സമയമാണ്. കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും സന്താന ഭാവങ്ങളിലും എല്ലാം തന്നെ ഈ മാർച്ച് മാസത്തിൽ വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. പ്രത്യേകിച്ച് ലാഭാധിപനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥിതി മൂലം ലാഭസ്ഥാനത്താണെങ്കിൽ ശനീശ്വരൻ്റെ സാന്നിധ്യം മൂലം ധനപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ധാരാളം നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടൊരു സമയമാണ്. ഈ ഗുണാനുഭവങ്ങളെല്ലാം കാണുന്നുണ്ടെങ്കിലും സുഖസ്ഥാനമായിട്ടുള്ള 4-ാം ഭാവത്തിൽ കേതു നിൽക്കുന്നതുകൊണ്ട് ചില സമയങ്ങളിൽ മാനസികമായിട്ടുള്ള ടെൻഷനും അതുമൂലം പെട്ടെന്ന് വരുന്നതായിട്ടുള്ള ദേഷ്യഭാവത്തെയും കോപശീലത്തെയും നിയന്ത്രിച്ച് വളരെയധികം ക്ഷമാശീലത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതാണ് ഈ സമയങ്ങളിൽ. അതുകൊണ്ട് ഇടവം രാശിയിൽ ജനിച്ച കാർത്തിക നക്ഷത്രക്കാർ ഈ ഒരു സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാൻ അഷ്ടോത്തര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്.